ഞാൻ ഫോൺ ശരിയാക്കാൻ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് അപ്പം എന്തെങ്കിലും കുറച്ച് സാധനം വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി പാൽ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കടയിൽ കയറിയപ്പോൾ അവിടെ എനിക്കറിയാവുന്ന വീടിനടുത്തുള്ളൊരു പെങ്കൊച്ചും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ നിന്ന് ആ കടയിൽ വേറെ ആളുകളുണ്ട്, നമുക്കറിയാവുന്ന ആളുകളാണ് അവിടെ. അപ്പം അവിടെ എടുത്തു കൊടുക്കുന്ന ചേച്ചിയൊക്കെ നമുക്കറിയാവുന്നതാണ്, വീടിനടുത്തുള്ളതാണ്. അപ്പം ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേ അപ്പം ദൂരെ അവിടെ ഒരു മില്ലുണ്ട്, തടി ഇറക്കുന്ന മില്ല്. അപ്പോൾ അതിൻ്റെ വാതിൽക്ക് 2 പേര് നന്നായി വെള്ളം കഴിച്ചിട്ട് ഭയങ്കര ബഹളമെന്ന് വെച്ചാൽ മോശം വാക്കുകളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ അടുത്തുനിന്ന് കുട്ടിയുടെ വീടിൻ്റെ അടുത്തുള്ള നോക്കും, അതും കടയിൽ സാധനം. അപ്പം എൻ്റെ അടുത്ത് പറയും, ഇങ്ങോട്ട് വന്നപ്പോഴും ഭയങ്കര ചീത്ത വിളിയായിരുന്നു. എനിക്കാണെങ്കിൽ അത് കേട്ടിട്ട് എന്നിട്ട് സോറി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഇയാൾ നമ്മളെ നോക്കുന്നുണ്ട്, നമ്മളെ നോക്കി സോറി എന്നൊക്കെ പറയുന്നെങ്കിലും വീണ്ടും ഈ ചീത്ത വാക്കുകൾ തന്നെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കുട്ടി എന്നോട് പറയാം, നമ്മളെങ്ങനെ തിരിച്ചിതുവഴി പോകും എന്ന്. അപ്പം എന്നോട് ചോദിച്ചാൽ അത് വഴി ഞാൻ പറഞ്ഞാൽ നമുക്ക് 2 പേരും ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ അപ്പം വേറെയും ചേട്ടന്മാരവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ വേറെ തമാശ, ആരാണ് ഈ സാമൂഹ്യ വിരുദ്ധർ, ഈ ചീത്ത വിളിക്കുന്ന സാമൂഹ്യ വിരുദ്ധരാരാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ചേട്ടനെ എന്നെ നോക്കി ചിരിക്കുന്നു. അപ്പം ഞാനും ചിരിച്ചു. അല്ലാതെ ഈ ചിരിയെന്നല്ലാതെ നമുക്ക് എന്താണ് അവരോട്, അല്ലേ? കാരണം അവിടെ എന്താണ് അവർ തമ്മിൽ പറയുന്നത് ചെയ്യുന്നതൊന്നും അവർക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഈ ചീത്ത വിളിക്കുന്നിട്ടുകൊണ്ടാണ് ആ കൊച്ചു പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പം ഒരാളുടെ തലയിൽ കൊണ്ട് മറ്റൊരാൾ വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് ഇവർ തമ്മിൽ എന്താണ്ടൊക്കെ പറയുന്നു. പിന്നെ 2 പേരൂടെ അതങ്ങ് നടന്നു പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ഞങ്ങളത് പറയായിരുന്നു, അവർ കഴിച്ച മദ്യത്തിൻ്റെ പുറത്ത് അവരിങ്ങനെ വാക്കുകൾ പറയുന്നു. അവരെന്ത് പറയുന്നു ഇപ്പോൾ അവർക്ക് അറിയത്തില്ല. പക്ഷേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആർക്കാണ്? ആ റോഡിൽ കൂടെ പോകുന്ന നമുക്കൊക്കെയാണ്, അല്ലേ? കാരണം ഇത്തിരി പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ആകും. പക്ഷേ കുറച്ച് പ്രായം കുറവുള്ള ഒരു കുട്ടികളൊക്കെ ആകുമ്പോഴെന്താണ്, അതുവഴി പോകാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇവർ ചീത്ത പറയുമ്പോൾ. കാരണം നമ്മളത് കേൾക്കുകയാണ്. ചിലർക്ക് ഇങ്ങനെയൊക്കെ കേട്ട് വലിയ പ്രശ്നമൊന്നും തോന്നില്ല. പക്ഷെ ചിലർക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ മദ്യപിച്ച് ഈ വഴക്കുണ്ടാക്കുന്നവരും, വഴക്കൊക്കെ ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താടാ എന്നൊക്കെ ചോദിക്കുക, എടാ പോടാ എന്നൊക്കെ വിളിക്കുക, ഓക്കെ. പക്ഷെ അതിനപ്പുറത്തേക്കും വളരെ മോശം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അപ്പം അത് കേട്ട് നിൽക്കുന്നവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അവർക്ക് എന്താ ചെയ്യും? പറയുന്നവർക്കൊരു നാണക്കേടില്ല, പക്ഷെ കേൾക്കുന്നവർക്ക് ഭയങ്കര ഒരു നാണക്കേട്. കാരണം ഇന്ന് ആ പെങ്കൊച്ച് എന്നോട് സംസാരിച്ചപ്പോൾ എനിക്കത് തോന്നി. കാരണം എന്നൊക്കെ പറയുന്നത് നമ്മൾ എങ്ങനെ തിരിച്ചതുവഴി പോകും, എന്തൊരു നാണക്കേടാണ് അതുവഴി പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ഈ കുട്ടി ഇതെല്ലാം കേട്ടിട്ട് വന്നിട്ട് അതിനാകെ ഒരു ബുദ്ധിമുട്ട്, തിരിച്ചു പോകണമല്ലോ ആ വഴിയേ എന്നുള്ള ഒരു ചിന്ത. അപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു ആശ്വാസം. നമ്മൾ വലിയ ആളെന്നല്ല, നല്ലൊരു കൂട്ടിനൊരാളുണ്ടല്ലോ കേൾക്കാനായിട്ട്. അപ്പം കൂടെ ഒരാളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളതിനെ ശ്രദ്ധിക്കാത്ത രീതിയിൽ സംസാരിച്ചങ്ങ് പോകും. പക്ഷെ കൂടെ ആരും ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ തീർച്ചയായിട്ടും അത് കേൾക്കേണ്ടി വരുന്നു. അപ്പം നമ്മളെ കൂടി അത് ബാധിക്കുകയാണ്, അല്ലേ? നമ്മൾ അങ്ങനെ മോശമായ ഒരു സ്ഥലത്ത് കൂടി നമ്മൾ നടന്നു പോകുമ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അത് നമ്മൾ കേൾക്കുകയാണ്. നമ്മൾ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചെവി പൊത്തിപ്പിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ചെവി പൊത്തിപ്പിടിച്ചാലും കേൾക്കും, അല്ലേ? അത്ര ഉച്ചത്തിലാണ് പറയുന്നത്. ഇതുപോലെയൊക്കെ വീടുകളിൽ കിടന്ന് ചീത്ത പറയുന്ന എത്രയോ മനുഷ്യരുണ്ട്. ഞാൻ എപ്പോഴും അതാണ് ചിന്തിച്ചത്. അപ്പം പെങ്കൊച്ച് എത്ര ബുദ്ധിമുട്ടോടു കൂടിയാണ് എന്നോടത് പറഞ്ഞതെന്നറിയാം. ഇതേപോലെ ആയിരിക്കുമല്ലോ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. എനിക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ മദ്യപിക്കുക, നിങ്ങളുടെ പൈസ കൊടുത്ത് നിങ്ങൾ മദ്യപിക്കാം. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് പറയാനേറെ എന്തെല്ലാം കാര്യങ്ങൾ കാണും, അതൊക്കെ പറ. നല്ല കാര്യങ്ങൾ ചെയ്യും, അതൊന്നുമില്ല. ഇത്തിരി മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ രാജാവെന്നുള്ള രീതിയിൽ അങ്ങ് പറയുക. എങ്കിൽ അവർ ചിന്തിക്കുന്നില്ല, ഇത് കേൾക്കുന്ന ആൾക്ക് നിങ്ങളോട് വെറും പുച്ഛവും നിങ്ങളോടൊരു വിലയും തോന്നില്ല. പിന്നീട് നിങ്ങൾ അവരുടെ മുന്നിൽ ഒരു സീറോയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നാളെ സ്വബോധത്തോടു കൂടി വന്ന് നന്നായിട്ട് സംസാരിച്ചാലും
ഓർക്കുന്നത് അയാളെ കാണുമ്പോൾ നമ്മൾ എന്തായിരിക്കും, അയാൾ ഉപയോഗിച്ച വാക്കുകളായിരിക്കും. ഇത്ര വൃത്തികെട്ട ഒരു മനുഷ്യനാണോ എന്നേ ചിന്തിക്കത്തുള്ളൂ. പിന്നീട് അയാൾ കണ്ട് നമ്മളോട് സംസാരിക്കാൻ വന്നാലും നമുക്ക് അയാളോട് സംസാരിക്കാൻ പോലും തോന്നുകയില്ല. ഉള്ള കാര്യമാണ്. എല്ലാം നല്ലതാണ്, പക്ഷേ ഇങ്ങനെയുള്ള അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുമ്പം അത് സമൂഹത്തെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് ആ കുട്ടിയിൽ നിന്ന് ഞാൻ നന്നായിട്ടത് മനസ്സിലാക്കി. അത് തന്നെ ഉണ്ടായൊരു ബുദ്ധിമുട്ട്, അതിന് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായി. ഇവിടെ അടുത്ത് മറ്റ് കടകളില്ല, അതുകൊണ്ട് ഇത്രയും ദൂരമൊക്കെ വരണം. എനിക്ക് ഇങ്ങോട്ട് ഈ വഴിയേ വരുന്നതേ ഇഷ്ടമല്ലെന്നുള്ള രീതിയിൽ. കാരണം അവിടെ അതുപോലുള്ള സാഹചര്യങ്ങൾ ഇതിനു മുമ്പും ആ കൊച്ചിന് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം, ഇത്രയും ബഹളങ്ങളും കാര്യങ്ങളും. അതുകൊണ്ടാവാം ആ ഒരു സ്ഥലത്തുകൂടി യാത്ര ചെയ്യാൻ പോലും അതിന് ഇഷ്ടമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായത് അല്ലേ. എന്താണ് സമൂഹത്തിൻ്റെ പോക്ക്.